അല്ല, അതിന് അഖില... ശ്രീനേട്ടാ, വിലാസൻ ആന്റി പറഞ്ഞു വരുന്നതേ ഇത്തിരി കുഴപ്പം പിടിച്ച കാര്യ. കേട്ടിടത്തോളം അഖില ആന്റി ഇപ്പോഴേ ഒരു അമ്മുമ്മയായി കഴിഞ്ഞു. കല്യാണി പ്രഗ്നന്റ് ആയതോടുകൂടി അവളോടുള്ള ശത്രുതയും തീർന്നു. അത് നമുക്ക് നല്ലതല്ല. അത് തന്നെയാ ഞാനും പറഞ്ഞു വരുന്നേ. എന്റെ സംശയം ഇനി അധികം വൈകാതെ കല്യാണിയെ അഖില തന്നെ പോയി തൃച്ചംബരത്തേക്ക് കൂട്ടിക്കൊണ്ടുവരുമെന്ന. അതെ, മകന്റെ കുഞ്ഞാണ്. അത് നല്ല ആരോഗ്യത്തോടെ ജനിക്കണമെന്ന് അഖിലയ്ക്കും ആഗ്രഹം ഉണ്ടാവും. പിന്നെ കല്യാണിയെ പ്രസവം വരെ പരിചരിക്കാൻ ഔട്ട് ഹൗസിൽ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ കല്യാണിയെ തൃച്ചംബരത്തേക്ക് കൊണ്ടുവരും. കുങ്കുമപ്പൂവൊക്കെ ഇപ്പോഴേ വരുത്തി കാണും. രണ്ടു മരുമക്കളെയും ഒരുമിച്ച് ശുശ്രൂഷിക്കാലോ. അതാ ഞാനും പറഞ്ഞേ, കാര്യങ്ങളെല്ലാം കൈവിട്ട് പോയെന്ന്. തീർത്തും അങ്ങനെ അങ്ങ് നിരാശപ്പെടാതെ ആന്റി. ഓ, അങ്ങനെയാണെങ്കിൽ ആന്റി അഖിലയെ വളരെ സൂക്ഷിക്കണം. ഇനിയുള്ള ദിവസങ്ങളിൽ ആന്റിയുടെ ഒരു കണ്ണ് അഖിലയിൽ എപ്പോഴും ഉണ്ടാവണം. കല്യാണിയെ ഒരു കാരണവശാലും അഖില അംഗീകരിക്കാൻ ഇടവരരുത്. അതിനുള്ള അസ്ത്രങ്ങളൊക്കെ വിലാസിനി ആന്റിയുടെ ആവനാഴിയിൽ ഉണ്ടാവുമല്ലോ. ആന്റി, ടെൻഷനൊന്നും വേണ്ട. തൃച്ചംബരത്ത് പതിവിന് വിപരീതമായി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അങ്ങനെ സംഭവിച്ചാൽ അത് ആന്റിക്ക് അനുകൂലമായേ വരും. ഒന്ന് സമാധാനിക്കണ്ട ആന്റി. ഇനി തൃച്ചംബരത്തെ വിലാസിനിയുടെ വാക്കാവും തൃച്ചംബരത്തെ അവസാന വാക്ക്. ഇത് പറയാനും കേൾക്കാനും തുടങ്ങിയിട്ട് കാലം കുറെയായി. സ്വപ്നം കാണലും മിച്ചം. കേൾവിക്ക് മാത്രമല്ല ആന്റി, കാഴ്ചയ്ക്കും ഇമ്പമുണ്ടാവുന്ന കാര്യങ്ങളാണ് ഇനി തൃച്ചംബരത്ത് നടക്കാൻ പോകുന്നത്. അതെ, ആന്റി ഈ നിമിഷങ്ങളിൽ തൃച്ചംബരത്ത് നിന്നും ഒരു കാരണവശാലും മാറി നിൽക്കാൻ പാടില്ല. തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിയുടെ നിഴൽ പോലെ കൂടെ തന്നെ ഉണ്ടാവണം. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ വിളിപ്പിച്ച കാര്യം പറ. ആന്റി ഇപ്പൊ പറഞ്ഞ വിശേഷങ്ങൾ അറിയാൻ തന്നെയാ ഞാൻ വിളിപ്പിച്ച്. അറിഞ്ഞിടത്തോളം അപകട സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആന്റി എപ്പോഴും തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയോടൊപ്പം ഉണ്ടാവണം. ശരി, ഞാൻ പോകുന്നു. ചായ. സുബ്രുവാണല്ലോ. ആനന്ദ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. എന്താടാ? വാ പറയാം. എന്താടാ? എന്താ കാര്യം? ചെറിയൊരു പ്രശ്നമുണ്ട്. അല്ല, എന്താ? എന്തു പറ്റി? നീ എൻ്റെ കൂടെ ഒരു സ്ഥലം വരെ വരണം. എവിടെയാ? പോലീസ് സ്റ്റേഷൻ. പോലീസ് സ്റ്റേഷനിലോ? എന്താ കാര്യം? കാര്യമുണ്ട്.
കല്യാണി ഞാനിപ്പോ വരാം. അയ്യോ നിക്ക്. എന്താ പ്രശ്നമുണ്ടല്ലോ? ഒരു പ്രശ്നവുമില്ല സുബ്രുവ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞിട്ട് പോ വല്യുഞ്ഞെ. ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ നിന്നോട്? വല്യുഞ്ഞെ എവിടെ പോവാണെന്നെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോ. സുബ്രേട്ടാ പറഞ്ഞില്ലേ സുബ്രുവിന്റെ കൂടെ ഒരു സ്ഥലം വരെ പോകുന്നു. ബാക്കി കാര്യങ്ങൾ വന്നിട്ട് പറയാം. സുബ്രുവ. അമ്മേ, എന്താ മോനെ? ഞാൻ നിങ്ങളെ കാണാൻ അങ്ങോട്ട് വരാൻ തുടങ്ങിയായിരുന്നു. അല്ലമ്മേ, അച്ഛൻ പല പ്രാവശ്യം വിളിച്ചിട്ട് അമ്മ ഫോൺ എടുത്തിട്ടില്ലെന്ന് പറഞ്ഞു. കൃഷ്ണട്ട് വിളിച്ചിരുന്നോ? ഞാൻ കണ്ടില്ലല്ലോ. അല്ല, അച്ഛൻ പിന്നെ എന്നെ വിളിച്ചിരുന്നു. വിളിച്ചിരുന്നോ? എന്തു പറഞ്ഞു? അല്ല, ഇന്ന് വരില്ലെന്നാ പറഞ്ഞു. അയ്യോ, അതെന്തു പറ്റി? ഉറപ്പായിട്ട് ഇന്ന് വരുമെന്ന് പറഞ്ഞിരുന്നാണല്ലോ. അച്ഛൻ ഇളയച്ചനോട് കണ്ടിട്ട് വരുള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇന്ന് വൈകുന്നേരത്തെ ഫ്ലൈറ്റിൽ ദുബായിക്ക് പോവാം. പറത്തി വിടുന്നതാ. അല്ലമ്മേ, ഈ അടുക്കളയുടെ പിന്നാമ്പുറത്ത് എന്താ ഈ പാചകമൊക്കെ? ഞാൻ എന്റെ മകൾക്ക് ഈ സമയത്ത് കഴിക്കാൻ ഇഷ്ടം തോന്നുന്ന ആഹാരം ഉണ്ടാക്കുകയായിരുന്നു. ഈ അവസരത്തിലാ പെറ്റമ്മയുടെ തലോടൽ കൂടുതൽ വേണ്ടത്. അമ്മമാർക്കും അങ്ങനെ തന്നെയാ. കിടാവിനെ അടുത്ത് കിട്ടുന്ന പശുവിനെ പോലെയാ അപ്പൊ അമ്മ മനസ്സ്. അമ്മ അടുത്തില്ലാന്ന് കരുതി എന്റെ മോള് വിഷമിക്കണ്ട കേട്ടോ. മരുമകളല്ല നീ, എനിക്ക് നീ എന്റെ സ്വന്തം മകള് തന്നെയാ. അമ്മൂമ്മയാകാൻ പോകുന്ന എന്റെ സന്തോഷം ഞാൻ എങ്ങനെങ്കിലും ഒന്ന് പ്രകടിപ്പിക്കട്ടെ. ക്ഷീണമൊന്നുമില്ലല്ലോ മോളെ? ഇല്ല ആന്റി. മോനെ അരവിന്ദ്, അമ്മേ, നീ എപ്പോഴും നന്ദനയുടെ കൂടെ തന്നെ ഉണ്ടാവണം. ചെറിയ കാര്യങ്ങളിൽ പോലും നീ അവളെ ശ്രദ്ധിക്കണം. പിണങ്ങേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കണം. ഗൈനക്കോളജിസ്റ്റിനെ കൃത്യമായി കണ്ടിരിക്കണം. ചെക്കപ്പ് നടത്തണം. ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കണം. ഇന്നലെ രാത്രി പറഞ്ഞു തട്ടുദോശ വേണമെന്ന്. അതുകൊണ്ട് മോൾക്ക് ഇഷ്ടമുള്ള ദോശ ഞാൻ തന്നെ ഉണ്ടാക്കി വെച്ചു. നല്ല ചമ്മന്തി. ഈ സമയത്തെ പല ഇഷ്ടങ്ങളും ഉണ്ടാവും. അതൊക്കെ തുറന്നു പറയണം. വാ, ആന്റി വാരിത്തരാം. അരവിന്ദ്, നീ നന്ദനയുടെ കൂടെ തന്നെ നടക്കണം. കൂടെ തന്നെ ഉണ്ട്. കഴിക്കുമോളെ. എന്താ, നിനക്കും വാരിത്തരണോ? കഴിക്കണം.
അമ്മ വാരി തന്നിട്ട് ഒത്തിരി നാളായല്ലേ. കഴിക്കും. ആ എങ്ങനെയുണ്ട് ദോശ? ഇത്രയും ടേസ്റ്റോടെ ആഹാരം കഴിച്ചിട്ട് ഒരുപാട് നാളായമ്മേ. ഭയങ്കര രുചി. കഴിക്ക് കഴിക്ക്, വയറ് നിറച്ച് കഴിക്ക്. കല്യാണി ഒന്ന് കാണണം എനിക്ക്. ഏ അമ്മ ഇപ്പൊ എന്താ പറഞ്ഞേ? അതൊക്കെ പിന്നെ പറയാം. ഇപ്പതാ കഴിക്കും. മതി ആന്റി. മതിയമ്മ. ഇനി പോയി കിടന്നുറങ്ങ്. മുഖവും വായും ഒക്കെ കഴുകണം. ചെല്ല്. പോട്ടമ്മേ. സർ. ആ ആനന്ദ് ഇരിക്കെ. അന്ന് അമ്മയുടെ ആക്സിഡന്റിനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചിരുന്നു. പക്ഷേ അറിയാം സർ, അതൊരു നാച്ചുറൽ ആക്സിഡന്റായി മാറി. അതൊക്കെ സ്വാഭാവികം. ഞാൻ പിന്നെ അതിന്റെ പുറകെ പോയില്ല, അതാ സത്യം. ഞാനിപ്പോ വന്നത് ഒരു ഐഡന്റിഫിക്കേഷന് വേണ്ടിയാ. ഓക്കെ ഓക്കെ. സുബ്രഹ്മണ്യൻ ഇവിടെ വന്ന് ഇങ്ങനെ ഒരു മാൻ മിസ്സിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോ വേറൊന്നുമല്ല, ഒരു സംശയം, അതുകൊണ്ട് വിളിപ്പിച്ചതാ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളാണോ എന്നറിയാൻ മാത്രം. അനിൽ സാർ. ആ അതിങ്ങെടുക്ക. ശരി സാർ. ഏകദേശം സുബ്ര പറഞ്ഞ സമാന പ്രായമാണ്. എന്റെ അറിവിൽ അതൊരു ആക്സിഡന്റ് തന്നെയാണ്. സുബ്രു. അനന്ത്, പേടിക്കാനൊന്നുമില്ല. ഇതൊരു പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളായിരിക്കില്ല. പിന്നെ ഞങ്ങൾ പോലീസുകാർക്ക് ഒരു സംശയം തോന്നിയാൽ വിളിപ്പിക്കാറുണ്ടല്ലോ, അതിന്റെ ഭാഗമായിട്ട് വിളിപ്പിച്ചതാണ്. കാണാനില്ലാത്തത് ആനന്ദിന്റെ ആരാന്നാ പറഞ്ഞത്? എന്റെ ഭാര്യയുടെ അച്ഛനാ സർ. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ജോലി? ഡ്രൈവറായിരുന്നു. കുറച്ചു നാളായിട്ട് ജോലിക്കൊന്നും പോകുന്നില്ല. സാർ കാണിച്ചു കൊടുക്കുക.
അകത്തേക്ക് എടുത്ത് വെച്ചേക്ക്. ഓക്കെ സാർ. ആക്സിഡന്റ് ആയിരുന്നു. എയർപോർട്ട് റോഡിനടുത്ത് വെച്ച് ഇടിച്ച വണ്ടി നിർത്താതെ പോയി. ഓടിക്കൂടിയവർ ഹൈവേ പട്രോളിനെ അറിയിച്ചു. അവരെത്തിയപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു. ഏതായാലും ഇടിച്ചിട്ട വണ്ടി നിർത്താതെ പോയ സ്ഥിതിക്ക് കേസ് എടുത്തിട്ടുണ്ട്. മോർച്ചറിയിലേക്ക് ചെന്നാൽ ബോഡി ഒന്ന് ഐഡന്റിഫൈ ചെയ്യാമായിരുന്നു. വേണ്ട സാർ, ഇനി ഐഡന്റിഫൈ ചെയ്യാനൊന്നുമില്ല. സോറി മിസ്റ്റർ സുബ്രു, നിങ്ങൾ ഐഡന്റിഫൈ ചെയ്താൽ മാത്രമേ ഞങ്ങൾക്ക് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള മറ്റ് നടപടികൾ ചെയ്യാൻ പറ്റൂ. ഏതായാലും നിങ്ങൾ രാവിലെ അങ്ങ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലെ മോർച്ചറിയിൽ വന്നാൽ എത്രയും പെട്ടെന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് ബോഡി വിട്ടുതരാനുള്ള സംവിധാനം ഞാൻ ചെയ്യാം. ആ ശരി സാർ, ഞങ്ങള് രാവിലെ എത്താം. ആനന്ദേ വാ. ആനന്ദേ, സുബ്രു, കല്യാണി എന്ത് പറഞ്ഞാ സമാധാനിപ്പിക്കാം? ഇന്നലെ മുതൽ അച്ഛനോട് സംസാരിക്കാൻ വേണ്ടി പായസം ഉണ്ടാക്കി വെച്ച് അവള് കാത്തിരിക്കുക. ഏതായാലും നീ ഇപ്പൊ വീട്ടിലേക്ക് വരണ്ട, എന്നെ ആ വഴിയിൽ ഇറക്കി വിട്ടാ മതി. അല്ലെങ്കിൽ കല്യാണിക്ക് സംശയമാവും. ശരി, നീ വാ. മാത്രമാണല്ലോ കിട്ടിയത്. കീറിയതാണെങ്കിലും കുഴപ്പമില്ലടാ, ഇത് അടയുണ്ടാക്കാനല്ലേ. അടയുണ്ടാക്കാനോ? അതെ, ഇതാണ് ഇലയട. ഇതും നമ്മുടെ അച്ഛന് ഭയങ്കര ഇഷ്ടാ. അപ്പൊ പായസോ? പായസം ഉണ്ടാക്കി കാത്തിരുന്നിട്ട് അച്ഛൻ വന്നില്ലല്ലോ. പായസം മോശമായിപ്പോയി, ഞാനതെടുത്ത് കളഞ്ഞു. ദേ, ഈ മധുരം വെച്ച ഇലയട അച്ഛന് ഭയങ്കര ഇഷ്ടാ. നിനക്കറിയോ, പണ്ടേ അച്ഛൻ തൃച്ചംബരത്തുനിന്ന് നാട്ടിലേക്ക് വരുമ്പോ അമ്മ നല്ല വെള്ള ശർക്കരയും തേങ്ങയും വെച്ച് തവിട് കളയാത്ത അരിപ്പൊടി കൊണ്ട് ഇലയുടെ ഉണ്ടാക്കി വെക്കും. അന്ന് നീയില്ലാട്ടോ. അച്ഛൻ എത്ര വൈകി വന്നാലും അച്ഛൻ അമ്മയെ അടയെടുത്ത് കൊടുക്കുമ്പോ ഉറങ്ങിക്കിടക്കാണെങ്കിലും അച്ഛൻ എന്നെ ഉണർത്തി തോളിലെടുത്തുകൊണ്ട് നടന്ന് അട എനിക്കും തരും. പകുതിയും ഞാൻ തന്നെ കഴിക്കാറ്. ഇലയുടെ അച്ഛൻ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ട് എല്ലാ വിശേഷ ദിവസങ്ങളിലും അമ്മ ഇലയുടെ ഉണ്ടാക്കാൻ മറക്കില്ല. അച്ഛന് ഇഷ്ടമായോണ്ടായിരിക്കാം എനിക്കും ഇലയുടെ ഭയങ്കര ഇഷ്ടാ. ഓ, നിനക്ക് പലഹാരങ്ങളിൽ ഏതാ ഇഷ്ടമല്ലാത്തത്? അങ്ങോട്ട് മാറിയേ. നമ്മുടെ അച്ഛൻ എത്രയേറെ സ്നേഹമുള്ള ആളാണെന്ന് ഞാനൊരു അമ്മയാവാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അച്ഛൻ വഴക്ക് പറഞ്ഞപ്പോഴൊക്കെ നമുക്ക് ദേഷ്യ തോന്നി. പക്ഷേ അതെന്തിനു വേണ്ടിയായിരുന്നു എന്ന് ഇപ്പോഴാ മനസ്സിലാവണേ.